ദശകോടി വർഷങ്ങളായി നിലനിൽക്കുന്നതും ദിനോസറുകളുടെ കാലങ്ങൾ മുതലുള്ളവയുമായ രക്തം കുടിച്ചു ജീവിക്കുന്ന ജീവികൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. ലോകത്തിലെ കൗതുകകരമായ ജീവികളിൽ ഏറെ പ്രശസ്തമാണ് ലാംപ്രേകൾ. ഈ ജീവികൾ വാമ്പയർ മത്സ്യങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു. വടക്ക് പടിഞ്ഞാറൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ഈ ജീവികൾ ഈലുകളുമായി സാമ്യമുള്ളതിനാൽ ലാംപ്രേ ഈലുകൾ എന്നും അറിയപ്പെടാറുണ്ട്. മറ്റു മീനുകളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ശരീരം തുളച്ച് രക്തം കുടിച്ചാണ് ഈ ജീവികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയൊരു പാരസൈറ്റ് ആണ്. അതിനാൽ പ്രത്യേക ഘടനയിലുള്ള വായകളും 100-ൽ പരം പല്ലുകളും ഇവയ്ക്കുണ്ട്. പ്രാചീന കാലം മുതൽ തന്നെ ലാംപ്രകൾ ഭൂമിയിൽ ജീവിക്കുന്നു. വടക്കൻ ചൈനയിൽ ലാൻലിയോവിൽ ദിനോസറുകൾ, ടെറോസറുകൾ, ആദ്യകാല സസ്തനികൾ എന്നിവയുൾപ്പെടെയുള്ളവയുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 അത്ഭുതകരമാവിധം വലിപ്പമുള്ള പുരാതന ലാംപ്രേ ഇനങ്ങളുടെ ഫോസിലുകളും കണ്ടെത്തിയിരിക്കുന്നു. ഏകദേശം 16 കോടി വർഷം പഴക്കമുള്ള ഫോസിലുകളാണിവ. ആധുനിക ലാംപ്രേകളുടെ ഫണലാകൃതിയിലുള്ള പല്ലുകളുള്ള വായകൾ രക്തമോ മാംസമോ കഴിക്കുവാൻ അനുയോജ്യമാണ്. ഫോസിലുകളിലെ പല്ലുകളുടെ ക്രമീകരണത്തെ അടിസ്ഥാനമാക്കി പുതുതായി കണ്ടെത്തിയ ഇനം രക്തദാഹികളല്ല, മറിച്ച് മാംസം ഭക്ഷിക്കുന്നവരാണെന്ന് നേച്ചർ കമ്മ്യൂണിക്കേഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. ഏകദേശം 64 സെന്റിമീറ്റർ നീളവും ഒരു ചെറിയ നായയുടെ നീളവുമുണ്ട് കണ്ടെത്തിയ ഫോസിലിന്. ആധുനിക ലാംപ്രേകൾക്ക് 15 മുതൽ 120 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. ലാംപ്രേകൾ 36 കോടി വർഷങ്ങളായി ഭൂമിയിലുണ്ടെങ്കിലും വളരെ അപൂർവമായി ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളൂ. ഇതിനാൽ തന്നെ അവയുടെ പരിണാമരേഖ സംബന്ധിച്ചും ഭക്ഷണരീതി ഉടലെടുത്തത് സംബന്ധിച്ചുമുള്ള അറിവിൽ വലിയ വിടവുകളും അനിശ്ചിതത്വവും അവശേഷിക്കുന്നു. ആദ്യകാല ലാംപ്രേകൾ അത്ര ശക്തരായ വേട്ടക്കാരായിരുന്നില്ല. അവയ്ക്ക് ഏതാനും സെന്റിമീറ്റർ മാത്രമേ നീളമുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള ലാംപ്രേ വർഗ്ഗങ്ങളിലുള്ള ശക്തമായ പല്ലുകളും ഇവയ്ക്കില്ലായിരുന്നു. ഈ സമയം ജുറാസിക് കാലഘട്ടത്തിൽ ലാംപ്രേകൾ മികച്ച വേട്ടക്കാരായി മാറി. വലിയ ശരീരവലിപ്പവും സങ്കീർണമായ ഭക്ഷണഘടനകളും നേടിയെന്ന് പുതിയ ഫോസിലുകൾ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.